നമസ്കാരം. നെഞ്ചിലോ വയറിൻ്റെ മുകൾ ഭാഗത്തോ ഉണ്ടാകുന്ന വേദന പലപ്പോഴും നമ്മളെ ആശങ്കയിലാക്കാറുണ്ട്. ഇത് ഹൃദയാഘാതമാണോ അതോ ഗ്യാസ്ട്രൈറ്റിസ് മൂലമുള്ള വേദനയാണോ എന്ന് തിരിച്ചറിയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഈ രണ്ടവസ്ഥകളും വ്യത്യസ്ത കാരണങ്ങളാൽ ഉണ്ടാകുന്നതും എന്നാൽ ചില ലക്ഷണങ്ങൾ സാമ്യമുള്ളതുമാണ്. ഹൃദയാഘാതവും ഗ്യാസ്ട്രൈറ്റിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. ഗ്യാസ്ട്രൈറ്റിസ് എന്നാൽ ആമാശയത്തിൻ്റെ ഭിത്തിയിലെ പാളികൾക്കുണ്ടാകുന്ന വീക്കം അഥവാ ഇൻഫ്ലമേഷനാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അമിതമായ എരിവുള്ള ഭക്ഷണം കഴിക്കുക, ദീർഘകാലമായുള്ള വേദന സംഹാരികളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം, പുകവലി, ചില അണുബാധകൾ അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഗ്യാസ്ട്രൈറ്റിസിന് കാരണമായേക്കാം. ഗ്യാസ്ട്രൈറ്റിസിന്റെ സാധാരണ ലക്ഷണങ്ങൾ വയറിന്റെ മുകൾ ഭാഗത്ത് വേദന അല്ലെങ്കിൽ എരിച്ചിൽ, പുളിച്ചു തികട്ടൽ അഥവാ നെഞ്ചിരിച്ചിൽ, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, വയറ് നിറഞ്ഞതായുള്ള തോന്നൽ, ഭക്ഷണം കഴിച്ച ശേഷം വേദന കൂടുകയോ കുറയുകയോ ചെയ്യാം. ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്. ഇത് കാരണം ഹൃദയപേശികൾക്ക് ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരികയും അവയ്ക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള അവസ്ഥയാണ്. ഹൃദയാഘാതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് അസഹനീയമായ വേദന, ഒരു ഭാരം വച്ചതുപോലെയോ ഞെരുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ശക്തമായി അമർത്തുന്നത് പോലെയോ അനുഭവപ്പെടാം. ഈ വേദന ഇടത് കൈ, കഴുത്ത്, താടി, പുറം എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാം. ഇതിനൊപ്പം ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ കിതപ്പും അനുഭവപ്പെടാം. തണുപ്പ് തോന്നുന്ന അമിതമായ വിയർപ്പും ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കാനം അല്ലെങ്കിൽ ഛർദി, തലകറക്കം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുക, അകാരണമായ ക്ഷീണം അല്ലെങ്കിൽ ബലഹീനത ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഹൃദയാഘാതത്തിന്റെയും ഗ്യാസിന്റെയും ലക്ഷണങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. വേദനയുടെ സ്ഥാനം. ഹൃദയാഘാതമാണെങ്കിൽ വേദനയുടെ സ്ഥാനം നെഞ്ചിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ ഇടതുവശമായിരിക്കും. ഇത് പിന്നെ കൈകളിലേക്കും കഴുത്തിലേക്കും താടിയിലേക്കും വ്യാപിക്കാം. എന്നാൽ ഇത് ഗ്യാസ് മൂലമാകുമ്പോൾ ഇത് പ്രധാനമായും വയറിന്റെ മുകൾ ഭാഗത്തായിരിക്കും. കൂടെ നെഞ്ചിരിച്ചിൽ പോലെ അനുഭവപ്പെടാം. വേദനയുടെ സ്വഭാവം. ഹൃദയാഘാത സാധ്യതയാണെങ്കിൽ ഞെരുങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ഭാരം വച്ചതുപോലെയുള്ള അസഹനീയമായ വേദനയായിരിക്കും. ഇത് ഗ്യാസ് മൂലമാകുമ്പോൾ എരിച്ചിൽ, പുളിച്ചു തികട്ടൽ, കുത്തുന്ന പോലെയുള്ള അസ്വസ്ഥത എന്നിവ കാണാം. ഹൃദയാഘാത ലക്ഷണങ്ങൾക്കൊപ്പം ശ്വാസം മുട്ടൽ സാധാരണയായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്യാസിന് ശ്വാസം മുട്ടൽ സാധാരണ ഉണ്ടാകാറില്ല. ഹൃദയാഘാതമാണെങ്കിൽ അമിതമായ വിയർപ്പിന് ഇടയുണ്ട്. ഇത് തണുത്ത തരത്തിലുള്ള വിയർപ്പായിരിക്കും. എന്നാൽ ഇത് ഗ്യാസ് മൂലമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിയർപ്പ് സാധാരണ ഉണ്ടാകാറില്ല. ഹൃദയാഘാതം മൂലമുള്ള വേദന പൊതുവെ പെട്ടെന്നുള്ളതായിരിക്കും. ഇത് വ്യായാമമോ അമിതമായ ജോലിക്ക് ശേഷമോ അല്ലാതെയോ വരാം. എന്നാൽ ഗ്യാസ് മൂലമാണെങ്കിൽ ഭക്ഷണശേഷമായിരിക്കും ഇതുണ്ടാകുന്നത്. ഇത് ദീർഘകാലമായി കണ്ടുവരുന്ന തരത്തിലുള്ളതായിരിക്കും. ഗ്യാസ് മൂലമുള്ള വേദനയാണെങ്കിൽ സാധാരണ ഏമ്പക്കം വിടുന്നതിലൂടെയോ അന്റാസിഡുകൾ കഴിക്കുന്നതിലൂടെയോ താൽക്കാലികമായ ആശ്വാസം ലഭിക്കും. നെഞ്ചിലോ വയറിന്റെ മുകൾ ഭാഗത്തോ തുടർച്ചയായി കഠിനമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതമാണോ ഗ്യാസ്ട്രൈറ്റിസ് ആണോ എന്ന് സ്വയം നിർണ്ണയിക്കാൻ ശ്രമിക്കരുത്. ഉടനടി ഒരു ഡോക്ടറിനെ കാണുക അല്ലെങ്കിൽ അടുത്തുള്ള എമർജൻസി റൂമിൽ പോകുക, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെങ്കിൽ. ഹൃദയാഘാതവും ഗ്യാസ്ട്രൈറ്റിസും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നെഞ്ചുവേദന ഒരിക്കലും നിസ്സാരമായി കാണരുത്. കൃത്യമായ രോഗനിർണയത്തിനും ഉചിതമായ ചികിത്സയ്ക്കും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.